ഞാൻ കഴിഞ്ഞ നമ്മളെ കോഴിക്കോട്ടെ പരിപാടിയിൽ സുന്നി വോയിസ് കീറിക്കളഞ്ഞതാണ് പലർക്കും പ്രശ്നമായത്. ഒരു നേതാവിനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളെ കരളൊക്കെ പറിച്ച് ചീന്തുന്ന വേദന ഉണ്ടായി. മുതലായില്ല നമുക്ക്. മഹാനരായ ശൈഖ് മടവൂരി ശൈഖുനയെ സംബന്ധിച്ച് പച്ചയായ തോന്നിവാസം എഴുതിയിട്ട് ഞങ്ങൾ അതിനെ വലിച്ചു കീറിയപ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടായില്ലേ? എന്നാൽ ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ ശൈഖ് മടവൂർ അവരെ മാനസിക അസ്വസ്ഥതയുള്ള ആളാക്കി മാറ്റിയപ്പോ അവിടുത്തെ മുഹിബ്ബീങ്ങളായ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ മനസ്സ് പൊട്ടുന്ന വേദന അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കി, ഇത് രണ്ടും തമ്മിലുള്ള ഇത് ചീന്തിയതുകൊണ്ട് സാധനം ഒരുപാട് വാങ്ങി വെച്ചിട്ടുണ്ടോ? ശരിക്കും ഇത് കത്തിക്കാൻ വേണ്ടി, പിന്നെ അതിന് സൗകര്യം കുറഞ്ഞുകൊണ്ട് ചീന്തി കളഞ്ഞതാണ്. കാരണം ഇതൊന്നും ഭൂമിയിൽ നിലനിൽക്കാൻ പാടില്ല. മടവൂര് ശൈഖുനയെ സംബന്ധിച്ച് ലേഖനം എഴുതുമ്പോൾ ഞങ്ങളെ നേതാക്കളെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയലുണ്ട്, നിങ്ങൾ എന്തോ എഴുതിക്കോ, നിങ്ങൾ ഹെൽമെറ്റ് കൊടുക്കേ, പിന്നെ എന്ത് കൊടുക്കുകയൊക്കെ ചെയ്തോ, പക്ഷേ മശായിഖിൻ്റെ നേരെ കടന്നു കയറാൻ പാടില്ല. അതിന് നിങ്ങൾ എഴുതിയ ഒരു സംഭവം ഞാൻ ബുക്ക് എടുക്കും. ഇത് രണ്ടും കൂടി നോക്കിയാൽ തന്നെ മനസ്സിലായി. ജദുബാണ്. അതേപോലെ തന്നെ ശൈഖുനാക്ക് മാനസിക നില തെറ്റിയെന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾ എന്തിനാ അത്ര പ്രഷറിലായത് നമ്മളോട് ചോദിക്കണം. ഒരു വലിയ അങ്ങനെ ഉണ്ടായിക്കൂടെ എത്രയോ ആൾ ചോദിച്ചു. നിങ്ങൾ ഈ പറയുന്ന മസ്തും ജദുവൊക്കെ ഉണ്ടാകുന്ന വിലായത്തിൻ്റെ അഹ്ലുകാരുണ്ടായേക്കാം. പക്ഷേ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആരെക്കുറിച്ചാണ് നിങ്ങൾ പഠിച്ചില്ല. ഇവിടെ ചർച്ച ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വിലായത്തിൻ്റെ ആളെ കുറിച്ചല്ല. ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ശൈഖുൽ മശായിഖായി, ഖുതുബുൽ ആലമായി, സുൽത്താനുൽ ഔലിയായി, ഖുതുബുൽ അഖ്താബായി വന്ന ശൈഖുനയെ കുറിച്ചാണ്. മനസ്സിലായോ? ഞങ്ങൾ മനസ്സിലാക്കിയ ശൈഖുന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മശായിഖ് ഞങ്ങൾക്ക് പഠിപ്പിച്ച ശൈഖുന. ആ ശൈഖുനയുടെ 63 കൊല്ലത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മാനസികാവസ്ഥ തെറ്റുക എന്നതുണ്ടാകാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? എന്താണോ ശൈഖുൽ മശായിഖ് എന്നതിന്റെ അർത്ഥം? ബുക്ക് എഴുതിയാൽ മതി. ഞങ്ങൾ ഇതുവരെ എഴുതിയ ബുക്കാ ശൈഖുൽ മശായിഖ്. ഈ ശൈഖുൽ മശായിഖ് എന്ന് നിർദ്ദേശിച്ചു കൊടുത്തത് എ പി അബൂബക്കർ മുസ്ലിയാരാന്നതിലുണ്ട്. ശൈഖുൽ മശായിഖ് എന്താ? ഖുതുബുൽ ആലമും അതുപോലെ തന്നെ ഖുതുബുൽ സമാനും ഒക്കെ ആയ ഔലിയാക്കന്മാർ, അവരുടെ ശൈഖാണ് ശൈഖുൽ മശായിഖ്. മനസ്സിലായില്ല? ഖുതുബുൽ ആലമും ഖുതുബുൽ സമാനും ഒക്കെ ആയ മശായിഖ് ഉണ്ടാവും. അവരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാനം അതാ ശൈഖുൽ മശായിഖ് എന്ന് പറഞ്ഞാൽ ആരെ വാരിസാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങളെ സംബന്ധിച്ചോ അവിടുത്തെ വിശേഷണം തന്നെ അവർത്തേക്ക് അല്ലാഹു കൊടുത്ത വലിയ പവർ ഫത്വാനത്താണ്. അല്ലേ? ഫത്വാനത്ത് എന്ന് പറഞ്ഞാൽ എന്താണോ? ഫത്വാനത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധി കൂർമ്മതാണ് എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിയുള്ള ഒരാൾ ആ കാലത്ത് വരാൻ പാടില്ല. മടവൂര് ശൈഖുന ജീവിച്ച കാലത്ത് അവരെ പോലെ ബുദ്ധിയും തെളിഞ്ഞ അവസ്ഥയുമുള്ള വേറൊരാളുണ്ടാവില്ല. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ഉള്ളാൾ തങ്ങൾ എഴുതിയ ലേഖനം, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹാൻ. നിങ്ങളെ സുന്നി വൈസ് എഴുതിയതോ? ആ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹാന് മാനസികാവസ്ഥയിൽ മനോനില തെറ്റിയാളായിരുന്നു. ഇതാ ഞങ്ങൾ പ്രശ്നമാക്കുന്നത്. ആ എഴുതിയ ഭാഷാണ്ടിലങ്ങൾ ഈ അടുത്ത കാലത്ത് മഹാനായ സി എം വലിയുല്ലാഹി നവ്വറല്ലാഹു മർഖദാൻ, നവ്വറല്ലാഹു മർഖദാൻ മനസ്സിലായില്ല? അള്ളാഹു അവിടുത്തെ ഖബർ പ്രകാശിപ്പിക്കട്ടെ. ബന്റെ ദ്വായമാണല്ലേ ഇനി. ലോകർക്ക് പ്രകാശം തന്നെ കൊടുക്കുന്ന മഹാനാടോ ശൈഖ് മടവൂര്? എന്നിട്ട് ഈ ദ്വാരം വേണോ അത്? അപ്പൊ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹാൻ എന്ന് എഴുതിയിട്ട് ഇവര് ഈ പുതിയ സുന്നി വയസ്സ് ഈ കഴിഞ്ഞ ദിവസത്തേതാ ഈ അടുത്ത കാലത്ത് മഹാനായ സി എം വലിയുല്ലാഹി നവ്വറല്ലാഹു മർഖദയെ കുറിച്ച് ഖദ്ദസല്ലാഹു ഇവരെ പേര് പറയുമ്പോൾ ഖദ്ദസല്ലാഹു ഉണ്ടാകുന്നുണ്ട്. ഇവരെ നേതാക്കൾ മുശാവറക്കായാലും ഖദ്ദസല്ലാഹു അസ്റാറു എന്നൊക്കെ ഇവരെ നേതാക്കൾ മരിച്ചാലൊക്കെ വലിയ ജാറുണ്ടാക്കണമെന്നാണ്. ജാറും പൈസ ഉള്ള ആർക്കും ഉണ്ടാക്കാൻ, അവർ മനുഷ്യനായിട്ട് അടുത്തേക്കൂല. ജാറുണ്ടാക്കാൻ പൈസ സിമന്റ് ആർക്കും ഉണ്ടാക്കാലോ. എന്നിട്ട് ഇതിലിങ്ങനെ കാണാ അതാ തുടങ്ങിയ പാട്ട് പാടിയവരും അതിനെ ന്യായീകരിച്ചവരുമായ കള്ളത്തൊരീക്കത്തുകാർ ആ വിഷയത്തിൽ അദ്ദേഹത്തെ പിൻപറ്റുകയാണ് എന്നാണ് അവകാശപ്പെടാറുള്ളത്. അദ്ദേഹം എന്നൊക്കെ പറയുന്നതിനെ കുറിച്ചാ ലോകരാജാവ് ശൈഖ് മടവൂർ. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ അൽമനാറിന്റെ ഒരു നിലവാരം പോലുമില്ലല്ലോ. അൽമനാറിന്റെ അതാ പറഞ്ഞു, ഇതൊക്കെ എത്ര ചീന്തിക്കളഞ്ഞാലും ഇതിനോടുള്ള നമ്മളെ ആ ഒരു നിഫ്രത്ത് ഉണ്ടല്ലോ അത് മാറൂല. കാരണം അത്രയും മതപ്പതിച്ചൊരു സാധനമായി പോയി. എന്നിട്ട് നിങ്ങളെ സ്നേഹിക്കണം, ഞങ്ങൾ പോയി പണി നോക്കാന്നല്ലാതെ. ഇത് കണ്ടില്ലേ? അദ്ദേഹം അപ്രകാരം പറഞ്ഞതായി യാതൊരു രേഖയുമില്ല. ഇവിടെ പോയിരിക്കാണല്ലോ ഫുൾ ടൈം ശൈഖുൻ എന്താ പറയണു നോക്കാൻ. എന്നിട്ട് അതിൽ പറഞ്ഞല്ലോ ഇനി പറഞ്ഞു വന്നാൽ എന്ന് പറഞ്ഞാൽ മാലിക്കുൽ മുൽക്കൊക്കെ പറയണ് ഇങ്ങനെ ശൈഖുനെ പറഞ്ഞു എന്ന് വന്നാൽ അവിടെയുള്ള പ്രശ്നം വന്നാൽ തന്നെ അത് അദ്ദേഹത്തിന്റെ ജദബിന്റെ അവസ്ഥയിലാണെന്ന് വ്യാഖ്യാനിക്കണം. മുക്കല്ലഫുകളായവർ അത് പിന്തുടരുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ ശൈഖുന അത് പറയുന്ന സമയത്ത് ജദബിലാണ്, ബുദ്ധിയില്ല. അതുകൊണ്ട് ശൈഖുന മുക്കല്ലഫല്ല, പ്രായപൂർത്തിയും ബുദ്ധിയില്ല. ബുദ്ധിയുള്ളവരെങ്ങനെ അത് അംഗീകരിക്കുക? അതാ സുന്നി വൈസ് ചോദിക്കണത്. എന്താ നിങ്ങൾ വഫാത്തായ ഉടനെ എഴുതിയത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹാൻ? ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹാൻ എങ്ങനെയാണോ മാനസിക നില തെറ്റല്? ഇതല്ലേ ഞങ്ങൾ ചോദിച്ചത് നിങ്ങളോട്. കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി ഇങ്ങനെ പോന്നാൽ അതിലതാ നമ്മളെ വൈലത്തൂർ തങ്ങൾ ഉപ്പാപ്പയുടെ ലേഖനം. ആ ലേഖനത്തിൽ പറയുന്നത് ഖുതുബുസ്സമാൻ എന്നാണ്. ഖുതുബുസ്സമാൻ, ഖുതുബായി, ഖുതുബുസ്സമാനായി, ഖുതുബുൽ ആലമായി, ഖുതുബുൽ അഖ്താബായി, ശൈഖുൽ മശായിഖായി വന്ന ഒരാള് നിങ്ങൾ ഈ പറഞ്ഞ അവസ്ഥയിൽ എങ്ങനെ വന്നു?
കണ്ടോ, കുത്തുബുസ്സമാൻ CM വലിയുല്ലാഹി അന്ന് എഴുതിയല്ല. അത് മാത്രമല്ല, മൂപ്പര മുറ്റച്ചൂലിനെ മൗലിദിലേക്ക് നിങ്ങൾ എഴുതാൻ നീച്ചു വരുന്ന ആരെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? വഖാല യൗമൻ റാഫിഅൻ അബ്സാറഹു യാ റബ്ബി ലാ മിസ്ലി ബിഖർനി ഹാദിരി. ശൈഖുന തന്നെ അതാ പ്രഖ്യാപനം നടത്തുകയാണ്. മൗലിദുൻ നൂറിൽ നിങ്ങൾ SYS പ്രസിദ്ധീകരിച്ച മൗലിദിൽ തന്നെ ആ വാചകമില്ലേ? ഈ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിന്റെ പരിധി എത്രയാണെന്നറിയില്ല, എന്നെ പോലെയുള്ള ഒരാൾ വന്നിട്ടില്ലെന്ന് മഹാനായ ശൈഖുനാ മടവൂർ. അത്രയും ഉന്നത സ്ഥാനത്തിരിക്കുമ്പോ നിങ്ങൾ ഈ പറഞ്ഞ മാനസിക നിലതെറ്റി മുക്കല്ലഫല്ലാതെ വരുന്നത് എങ്ങനെയോ? ബുദ്ധിയും പ്രായപൂർത്തിയും ഇല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ സംഭവം, നിങ്ങൾക്ക് ഇതിൽ എന്ത് തമ്മീസായത്?